ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സദ്യയിലെ നല്ലൊരു വിഭവമായിട്ടാണ് കേട്ടോ. വേറൊന്നല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അവിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറിയും ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള മുരിങ്ങക്കായ് എനിക്ക് കിട്ടിയില്ല കേട്ടോ, അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റും ചേനയും കുമ്പളങ്ങയും പയറും ബീൻസും കായും ഉരുളക്കിഴങ്ങും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി പച്ചക്കറിയൊക്കെ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങും ചേനയും ക്യാരറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്നായി വരുന്ന സമയത്ത് ഇതിന് വേണ്ടിയുള്ള തേങ്ങയും കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്കൊരു 3 പച്ചമുളക്, അര ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു കപ്പ് തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് അരിഞ്ഞു പോകരുത്. നമുക്ക് എപ്പോഴും അവിയിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോഴേക്ക് നമ്മളുടെ ഉരുളക്കിഴങ്ങും ചേനയും ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മറ്റ് പച്ചക്കറികളും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കളറ് വേണമെങ്കിൽ മഞ്ഞ കളർ വേണമെങ്കിൽ ചേർത്താൽ മതി. ചിലയിടത്തൊക്കെ വെള്ള കളർ അവിയൽ കാണാം. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മളുടെ പച്ചക്കറി എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങൻ്റെ അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ, നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ തേങ്ങ കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര കപ്പോളം തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല പുളിയുള്ള തൈരായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അരക്കപ്പ് ചേർത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പുളി കുറവുള്ളതാണെങ്കിൽ ഒരു കപ്പോളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മളുടെ അവിയലൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു ഇതും കൂടി ഉണ്ട്. നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളുടെ അവിയൽ റെഡിയായി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്താണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. നമുക്ക് സദ്യയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഓണമൊക്കെ ആവാനായില്ലേ, അപ്പോൾ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റും നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം.